അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ ഒഴുകി കേരള തീരത്തടിയുന്നു. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളുടെ തീരമേഖലയിൽ 30-ലധികം കണ്ടെയ്നറുകളാണ് എത്തിയത്. തീരദേശ മേഖലയിൽ ശ്രദ്ധ വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കൊല്ലത്തെ തീരങ്ങൾക്കു പിന്നാലെ വർക്കല, അഞ്ചുതെങ്ങ് തീരങ്ങളിലും കണ്ടെയ്നറുകൾ അടിഞ്ഞു. കണ്ടെയ്നറുകളിൽ നിന്നുള്ള ബോക്സുകളും മറ്റു ചില വസ്തുക്കളും ഇവയ്ക്കൊപ്പമുണ്ട്. കടൽ തീരത്ത് അങ്ങോളം ഇങ്ങോളം വെള്ളത്തരികളുടെ രൂപത്തിലുള്ള പദാർത്ഥം തീരത്തടിഞ്ഞു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പോളിയെത്തീലിൻ പെല്ലറ്റുകളാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ അറിയിച്ചു. തീരമേഖലയിൽ ശ്രദ്ധ വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 33 കണ്ടെയ്നറുകളാണ് നമുക്ക് ഇതിനകം തന്നെ അവിടെ കപ്പലിൻ്റെ ഉള്ളിൽ നിന്ന് വീണ് തീരത്തേക്ക് എടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ 33 കണ്ടെയ്നറുകളിൽ 29 എണ്ണവും കൊല്ലത്തിൻ്റെ തീരത്താണ് കണ്ടത്. അതുകൊണ്ട് തീരദേശ മേഖലയിൽ നല്ല അലർട്ട് ഉണ്ടാകണം. കടലിലെത്തിയ വസ്തുക്കൾ എങ്ങനെ സമുദ്ര ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്നറിയാൻ വിശദമായ പഠനം വേണമെന്ന് വിദഗ്ധർ. മത്സ്യസമ്പത്തിന് ഇപ്പം നമുക്കൊന്നും പറയാനാകത്തില്ല. നമ്മൾ ഇത് കടലിൽ കൊണ്ടുപോയി ഇതൊരു ശാസ്ത്രീയ വിശകലനം നടത്തി ഇത് കാൽഷ്യം കാർബൈഡ് ആണോ, ആണെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എത്ര, ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഇത്രയാണെങ്കിൽ ഇത് മത്സ്യങ്ങളെ എങ്ങനെ ബാധിക്കും, ഇത് കഴിക്കുന്ന മത്സ്യങ്ങളെ കഴിക്കുന്ന മനുഷ്യർക്ക് ഇതെങ്ങനെ ബാധിക്കുമെന്ന് ശാസ്ത്രീയ വിശകലനം നമ്മുടെ ലബോറട്ടറിയിൽ നടത്തിയതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ചൊരു സത്യം നമുക്ക് വെളിപ്പെടുത്താനാകൂ. തീരത്തടുക്കുന്ന വസ്തുക്കളുടെ സമീപത്തേക്ക് പോകരുതെന്ന് നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല. ഒഴുകി നടക്കുന്ന വസ്തുക്കൾ വരെ കടലിലേക്കിറങ്ങി കരയിലേക്ക് വലിച്ചു കയറ്റുന്നവരുമുണ്ട്. തിരുവനന്തപുരം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ എങ്ങോട്ട് മാറ്റണമെന്നതിൽ തീരുമാനമായിട്ടില്ല. 24 തിരുവനന്തപുരം.